ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 5 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽപാത വികസനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നേപ്പാൾ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. കേരളീയരെ തിരികെ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ UAE-ക്ക് എതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലമിന് ശ്രീ മോദി വാരാണസിയിൽ വിരുന്ന് നൽകും. ആരോഗ്യം, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഊർജ്ജം, അടിസ്ഥാന സൌകര്യങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, നീല സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ചെയ്യും. വൈകുന്നേരം ഡെറാഡൂണിലേക്ക് പോകുന്ന ശ്രീ നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ഉന്നതതല അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. മൌറീഷ്യസിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ എല്ലായ്പ്പോഴും ഉറച്ച പിന്തുണ നൽകിയ വിശ്വസനീയ പങ്കാളിയാണ് ഇന്ത്യയെന്ന് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലം മൌറീഷ്യസ് ഇന്ത്യ ബിസിനസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ മൌറീഷ്യസ് വാണിജ്യ ബന്ധം വിശ്വാസം, സൌഹൃദം, പരസ്പര ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ഭഗൽപൂർ, ദുംക, രാംപൂർഹട്ട് സിംഗിൾ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. ബീഹാറിലെ ബുക്സർ, ഭഗൽപൂർ ഹൈസ്പീഡ് കോറിഡോറിലെ 4-വരിപ്പാത വികസനത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. 3 സംസ്ഥാനങ്ങളിലെ 5 ജില്ലകളെ ഉൾക്കൊള്ളുന്ന പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖല ഏകദേശം 177 കിലോമീറ്റർ വർദ്ധിപ്പിക്കും. പദ്ധതികൾ ഇന്ത്യൻ റെയിൽവേക്ക് കാര്യക്ഷമതയും സേവന വിശ്വാസ്യതയും നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. कामत से मुंगेर 4 लेनिंग, ये बेसिकली बक्सर से भागलपुर जो कॉरिडोर है उस कॉरिडोर का सेक्शन है. इसका इन्वेस्टमेंट होगा 4,447 करोड़. बिहार में अगर आप देखते हैं गंगा जी के साउथ में ये पूरा का पूरा कॉरिडोर है. एक महत्वपूर्ण प्रोजेक्ट है ये. आज जो अप्रूव हुआ है ये मोकामा से मुंगेर तक का सेक्शन 82 किलोमीटर्स का. ओवरऑल 1 घंटे का ट्रेवल टाइम बचेगा इस प्रोजेक्ट के कारण. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ദോഹയിലെ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുന്നതായി പ്രധാനമന്ത്രി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭാഷണത്തിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സംഘർഷം ഒഴിവാക്കുന്നതിനും ഇന്ത്യ പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സനന്ദ് നിയമസഭാ മണ്ഡലത്തിൽ 66 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമസഭാ മണ്ഡലത്തിലെ സമഗ്ര വികസനം ഉറപ്പു നൽകിയ കേന്ദ്രമന്ത്രി 2029ഓടെ സൻസദിലെ എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ള വിതരണം, റോഡ്, ആരോഗ്യ സേവനം, ശുചിത്വം, വനവൽക്കരണം എന്നിവ ഉറപ്പാക്കുമെന്നും അറിയിച്ചു. സനന്ദ് നിയമസഭാ മണ്ഡലത്തിൽ CSR സംരംഭങ്ങളിലൂടെ 150 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ നിലവിലെ താമസ സ്ഥലങ്ങളിൽ തുടരണമെന്നും തെരുവുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ സുരക്ഷ ശക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ SSBയും പോലീസും സംയുക്തമായി പരിശോധനയും പട്രോളിംഗും നടത്തിവരുന്നു. വ്യാപാര ചെക്ക് പോസ്റ്റുകളിലും പ്രവേശന കേന്ദ്രങ്ങളിലും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. ക്രമസമാധാന നില കാത്തുസൂക്ഷിക്കുന്നതിനായി ആവശ്യമെങ്കിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പെഖാറയിൽ കുടുങ്ങിക്കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. കേരളീയരെ നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു. നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയുടെ പേര് നിർദ്ദേശിച്ച് ജൻസി പ്രതിനിധി സംഘം. എന്നാൽ നിർദ്ദേശത്തെ നിരവധി യുവാക്കൾ എതിർത്തു. ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതോടെ തലസ്ഥാന നഗരത്തിൽ സംഘർഷങ്ങൾക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എമിഗ്രേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടെ യാത്രക്കാർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ധീരരും സ്വയം പര്യാപ്തരുമായ ഇന്ത്യൻ യുവശക്തിക്ക് സാധിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ 58ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏത് വെല്ലുവിളികളെയും നേരിടുന്നതിന് ഇന്ത്യൻ യുവാക്കൾ സജ്ജരാണെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. Best response that India can give to volatile or uncertain time is through our youth who represent India's ability to be brave Yuva. I'm talking of a bold Yuva. I'm talking of the relentless pursuit of excellence that our Yuva have. I'm looking at your vision that you will lead the country to Viksit Bharat 2047. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഇക്കൊല്ലത്തെ 3ാം സമ്മേളനം വിളിച്ചു ചേർത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സിഇഒമാരുടെ ഓഫീസിന്റെ തയ്യാറെടുപ്പുകളും കമ്മീഷൻ വിലയിരുത്തി. സമ്മേളനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ പങ്കെടുത്തു. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ UAEക്കെതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. ദുബായിൽ നടന്ന മത്സരത്തിൽ UAE ഉയർത്തിയ 58 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 4.3 ഓവറിൽ മറികടക്കുകയായിരുന്നു. UAEയെ 13.1 ഓവറിൽ 57 റൺസിന് ഒതുക്കിയ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ് നേടി. വനിതാ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ഇന്നലെ നടന്ന സൂപ്പർ 4ലെ ആദ്യ മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾക്ക് ഇന്ത്യ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയിരുന്നു. പുതുതലമുറ GST പരിഷ്കരണങ്ങൾ ഉൽപ്പാദകർക്ക് വലിയ പ്രചോദനവും മേഖലയ്ക്ക് മികച്ച പരിവർത്തനവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ GST പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലളിതമാക്കിയ നികുതി സ്ലാബുകൾ, കാര്യക്ഷമമായ ഡിജിറ്റൽ ചട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പുതിയ GST നിരക്കുകൾ കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പുതിയ GST നിരക്കുകളും സ്ലാബുകളും കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കർഷകർക്ക് ഏറെ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ചൌഹാൻ. കാർഷിക ഉപകരണങ്ങളുടെ GST നിരക്കുകൾ കുറച്ചതിനാൽ കൃഷിക്കുള്ള ചെലവ് കുറയുകയും കർഷകരുടെ ലാഭം വർദ്ധിക്കുകയും ചെയ്യുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു. കേരളത്തിൽ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുള്ള കുട്ടിക്കും കോഴിക്കോട് സ്വദേശിക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 11 പേരാണ് ചികിത്സയിൽ ഉള്ളത്. രാജ്യത്തെ 8 പ്രമുഖ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായുള്ള ഔദ്യോഗിക സഹകരണത്തിന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിൽ തുടക്കമായി. പഠന ഗവേഷണ മേഖലകളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ഐസർ, CTCRI തുടങ്ങിയ സ്ഥാപനങ്ങളുമായാണ് ധാരണാപത്രം ഒപ്പിട്ടത്. വിരമിച്ച ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധം നടത്താൻ കൽക്കട്ട ഹൈക്കോടതി അനുമതി നൽകി. കരസേനയുടെ അധികാര പരിധിയിലുള്ള കൊൽക്കത്തയിലെ മൈതാൻ പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ താൽക്കാലിക വേദി ഈസ്റ്റേൺ കമാൻഡിലെ സൈനിക ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സൈന്യത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനാണ് കൊൽക്കത്ത ഹൈക്കോടതി അനുമതി നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ 5 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽപാത വികസനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നേപ്പാൾ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. കേരളീയരെ തിരികെ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ UAEക്കെതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.